ഗോഡ്സെയും സവർക്കറും വീണ്ടും ചരിത്രത്തിലേക്ക് ഇടം പിടിക്കാനുള്ള ശ്രമമാണ് നമ്മളൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജിയെയും മറ്റു സമര പോരാളികളെയും വെട്ടിയും തിരുത്തിയും മായ്ച്ചും ചരിത്രത്തെ അതിൻ്റെ കാണാകയങ്ങളിലേക്ക് തള്ളിയിട്ട് ഗോഡ്സെയും സവർക്കറെയും അവിടെ ചേർത്ത് വെക്കുകയാണ്. അഹിംസയുടെ പാത വെട്ടിത്തെളിച്ച ഗാന്ധിജിയെ, ആ ചരിത്രത്തെ നാം ഒന്നുകൂടി അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു കവി അത്തരമൊരു ശ്രമത്തിന് മുതിരുകയാണ്. പ്രണത ബുക്സ് പുറത്തിറക്കിയ പറവൂർ ബാബുവിന്റെ ദിക്കുതെറ്റി ഓടുന്ന വണ്ടി എന്ന കവിതാ സമാഹാരത്തിലൂടെ, ഈ സമാഹാരത്തിലെ ഒരു കവിതയിൽ ഗോഡ്സെയുടെ പേര് പരാമർശിച്ചുകൊണ്ടാണ് ഈ കവി ഇതിലൊരു കവിത രചിച്ചിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്: ഗോഡ്സെയെ സൃഷ്ടിക്കുക എന്നത് അത് വളരെ എളുപ്പമാണ്. പണ്ടത്തെ പോലെ കുറുവടി ചുഴറ്റി ഭയപ്പെടുത്തേണ്ടതില്ല. വേണ്ട, ആയുധ പരിശീലനം അതവർ സ്വയമേ സ്വായത്തമാക്കിക്കൊള്ളും. ഗോഡ്സെയെ സൃഷ്ടിക്കുക എന്നത് എളുപ്പമാണ്. മുഗൾ ഭരണാധികാരികൾ ആക്രമണകാരികളും കലാപകാരികളുമായിരുന്നുവെന്ന് പഠിപ്പിച്ചാൽ മതി. പരിണാമശാസ്ത്രത്തെ പാഠപുസ്തകങ്ങളിൽ നിന്നും വെട്ടിമാറ്റി ദശാവതാരം ഉൾപ്പെടുത്തിയാൽ മതി. ആദ്യത്തെ വിമാന നിർമ്മാണ കമ്പനി അയോധ്യയിലായിരുന്നുവെന്ന് തിരുത്തിയാൽ മതി. ഹനുമാനാണ് ബഹിരാകാശത്തേക്ക് കുതിച്ച ആദ്യത്തെ പേടകമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഗാന്ധിജിയുടെ ചിത്രം മാറ്റി സവർക്കറുടെ ചിത്രം എവിടെയും അനാച്ഛാദനം ചെയ്താൽ മതി. ടിപ്പു സുൽത്താനും ഭഗത് സിംഗും ഭീകരവാദികളായിരുന്നുവെന്ന് പേർത്തും പറഞ്ഞു കൊടുത്താൽ മതി. ചർക്ക തിരിച്ച് വട്ടായി ഗാന്ധിജി ആത്മഹത്യ ചെയ്തുവെന്ന് കുട്ടികളോട് പറഞ്ഞാൽ മതി. കുട്ടികൾ മുതിരുമ്പോൾ തോക്കും വടിവാളുമേന്തി അഹിംസയുടെയും സത്യത്തിന്റെയും മസ്തകം പിളർന്നുകൊള്ളും. ജനാധിപത്യത്തിന്റെ നെഞ്ചത്ത് ചെങ്കോലാഞ്ഞു തറക്കുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ജനാധിപത്യത്തിന്റെ നെഞ്ചത്ത് ചെങ്കോലാഞ്ഞു തറക്കുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. നിലവിലെ നമ്മുടെ പാഠ്യപദ്ധതികളിലേക്ക് കൂടി മുൻകാല ചരിത്രത്തെ മായ്ച്ചു കളഞ്ഞ് തങ്ങൾക്ക് അനുകൂലമായ ഒരു ചരിത്രത്തെ വാർത്തെടുക്കാൻ ഇന്നത്തെ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളും ചരിത്രത്തെ അറിയേണ്ടതുണ്ട്. പാഠപുസ്തകങ്ങളിൽ മായ്ച്ചു കളഞ്ഞാലും സാഹിത്യത്തിലൂടെ ഓരോ സാഹിത്യകാരനും അത് ഈ സമൂഹത്തിന് മുന്നാകെ ബോധിപ്പിക്കേണ്ടത് അവരുടെ കൂടി ഉത്തരവാദിത്വമായി മാറുകയാണ്. 1947 നാം നേടിയെടുത്ത സ്വതന്ത്ര ഇന്ത്യ എന്നത് എല്ലാ കാലത്തും ആ പേരോട് തന്നെ നമുക്ക് വേണം. ഇന്ത്യ ജനാധിപത്യ ഭരണകൂടമാണ്. ഒറ്റയാൾ ഭരണത്തിന്റെ നിഷ്കരണമായ ബലിയാടുകളായി മാറാൻ ഇന്നത്തെ തലമുറയെ നിങ്ങൾക്ക് കിട്ടില്ല. അത് കാലം തെളിയിച്ചതാണ്. ഏവർക്കും സ്നേഹം.